കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമമെന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്ന ഈ പകൽക്കാലം യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം: നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അവിടെ വെളിപ്പെടുത്തി, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. മിസ്രൈമ്യരുടെ അടിമനുഖത്തിൽ നിന്ന് സ്വതന്ത്രം പ്രാപിച്ച് കനാൻ എന്ന് പറയുന്ന പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പ്രയാണത്തിൽ അവരാദ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ചെങ്കടലാണ്. ചെങ്കടലിൻ്റെ കരയിൽ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ഭാരപ്പെട്ടപ്പോൾ ദൈവനിർദ്ദേശപ്രകാരം മോശ തൻ്റെ കരം നീട്ടിയപ്പോൾ ആ ചെങ്കടൽ രണ്ടായി പിളർന്നതിൻ്റെ നടുവിലൂടെ ആ ജനത്തിനോട് വഴിയൊരുക്കി അവരെ മറുകരയെത്തിച്ചു. ആ വെള്ളങ്ങൾക്ക് അവരെ മുക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. വെള്ളത്തിൻ്റെ ആഴങ്ങളിൽ വഴിയൊരുക്കി ദൈവജനത്തോട് കൂടെ നടന്ന വലിയവനായ ദൈവം അവരെ മറുകരയെത്തിച്ചു. കൃതാനുവചനം വീണ്ടും പറയുന്നത്, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല. യോർദാൻ എന്ന് പറയുന്ന നദി ഇസ്രായേൽ ജനം മറികടക്കേണ്ടത് ആവശ്യമാണ്. മരണ യോർദാൻ എന്ന മറുപേരുണ്ട്. കരകവിഞ്ഞൊഴുകുന്ന യോർദാനാണ്. എന്നാൽ ആ യോർദാൻ കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ച് പുരോഹിതന്മാർ കാൽ ചവിട്ടിയപ്പോൾ അതിൻ്റെ ഒഴുക്ക് നിന്നുപോയി. ദൈവജനത്തിന് വേണ്ടി വെള്ളങ്ങളുടെ നടുവിൽ വഴിയൊരുക്കുന്നവൻ, നദികളെ തടഞ്ഞു നിർത്തി മുൻപോട്ട് നയിക്കുന്ന ദൈവം അവരോട് കൂടെ ഇരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ തീയിൽ കൂടി നടന്നാൽ വെന്ത് പോകുകയില്ല. തീയുടെ പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അവർ വെന്തു പോകാതെ സൂക്ഷിക്കുന്ന ദൈവം, അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ വസിക്കുന്ന ദൈവം, അഗ്നിയായി ഇറങ്ങി വരുന്ന ദൈവം, തീ കൊണ്ട് വേലി കെട്ടി തൻ്റെ മക്കളെ സൂക്ഷിക്കുന്ന വലിയവനായ ദൈവം, അഗ്നിയാൽ മറുപടി തരുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. തീയിൽ കൂടി നടന്നാൽ നീ വെന്ത് പോകുകയില്ല. ശദ്രക്ക് മേശക്ക് അഭേദനവും തീയുടെ ആഴങ്ങളിലേക്ക് വീഴ്ത്തപ്പെട്ടുവെങ്കിലും അതിൻ്റെ പൊള്ളലേൽക്കാതെ മണമേൽക്കാതെ പുറത്തു കൊണ്ടുവന്ന ദൈവം അവരോട് കൂടെ ഇരുന്ന ദൈവമാണ്. അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അഗ്നി നിന്നെ വിഴുങ്ങുവാൻ ശ്രമിച്ചാലും അത് നിൻ്റെ മേൽ ജയമെടുക്കാതെ വണ്ണം അതിൻ്റെ നടുവിൽ നിന്നെ ജയത്തോടെ നിർത്തുവാൻ ശക്തനായ ദൈവം. ജീവിത വഴിയാത്രയിൽ വെള്ളങ്ങൾ പോലെ നിന്നെ വിഴുങ്ങുവാൻ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്നോട് കൂടെ ഇറങ്ങി വരുന്ന ദൈവം. നദി പോലെ ചില പ്രതികൂലങ്ങൾ കുത്തൊഴുക്കായി നിൻ്റെ ജീവിതത്തെ തുടച്ചു മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഒഴുക്കിനെ തടയുവാൻ ശക്തനായ ദൈവം കൂടെയുണ്ട്. തീ നിന്നെ വിഴുങ്ങുവാൻ ശ്രമിക്കുമ്പോൾ, അഗ്നിജാല നിന്നെ എന്നേക്കുമായിട്ട് ചാരമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ അതിൻ്റെ ബലത്തെ കെടുത്തി നിന്നെ ബലത്തോടെ നിർത്തുന്ന ഉന്നതനായ ദൈവം ജീവിക്കുന്നു. ആ കർത്താവുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്. ആ കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ആ കർത്താവിൽ ഇന്ന് പകൽക്കാലം ശരണപ്പെടാം, ആശ്രയിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.